വ്യാസൻ പറഞ്ഞ സീതന്തി മമ ഗാത്രാണി, അതല്ലേ എന്നുള്ള ചോദ്യം. ഗാത്രാണി ബഹുവചനമാണെന്ന് തോന്നുന്നു അല്ലേ? അവിടെയാണ് പഠിതാവ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മമ ഗാത്രാണി സീതന്തി. എന്തേ വ്യാസന് വ്യാകരണം അറിയില്ലേ? സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങൾ. 2-ാം അധ്യായം 55-ാം ശ്ലോകമാണെന്ന് തോന്നുന്നു സ്ഥിതപ്രജ്ഞ ലക്ഷണത്തില്. പുസ്തകമുണ്ടോ ഇല്ല? ഉണ്ടോ? പുസ്തകമുണ്ടോ ഇല്ല? ആരുടെയെങ്കിലും ഒരെണ്ണം മേമ്പൊടിക്കെങ്കിലും. സർവാൻ പാർത്ഥ മനോഗതാൻ, മനോഗതാൻ സർവാൻ കാമാൻ. ഭാഷ്യകാരൻ ബീജ സൂക്ഷ്മാഭ്യാം സഹ സർവാൻ കാമാൻ പ്രജഹാതി. ബീജങ്ങളും സൂക്ഷ്മങ്ങളുമായ കാമങ്ങൾ. എങ്ങനെ? ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യാധ്യാസ കാമങ്ങൾ. വാക്ക് മനസ്സിലാകാത്തവര് പറയണം, മലയാളത്തിലാക്കാം. ഒന്നും മനസ്സിലായില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ കാണുക, കേൾക്കുക മുതലായവയിൽ വെച്ചുണ്ടാകുന്ന ആ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സുഖദുഃഖങ്ങൾ, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന താതാത്മ്യ അധ്യാസം എന്ന് പറഞ്ഞാൽ, എന്റെ മോളെ കണ്ടു. മോളെ കണ്ടപ്പോഴോ അവള് ജോലിക്ക് പോയി, മദ്രാസിൽ പോയി താമസിച്ചിട്ട് വന്നപ്പം എല്ലും തോലുമായിരിക്കുന്നു. ഇനി കണ്ട മോള് മറഞ്ഞു, അത് ഞാനായി, അധ്യാസം എന്നിലായി. മനസ്സിലായി? അതീവ ദുഃഖം. വേഗം തയ്യാറായത്, ഡോക്ടറെ പോയി കാണണം. നീ നന്നായില്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, പണിയെടുക്കാൻ പറ്റില്ല. അപ്പൊ കാഴ്ചയിൽ നിന്നുള്ള താതാത്മ്യമാണ്. പത്രം വായിച്ചു, നമ്മുടെ ഒരു ബന്ധു ഇറാഖിലുണ്ടായിരുന്നു, പുറപ്പെടാൻ വിസയും എടുത്തിരിക്കുമ്പോഴാ ബോംബ് അവിടെ വീണു എന്ന് കേട്ടെ. താതാത്മ്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉണ്ടാവും. അനുഭവം ഉണ്ടാക്കിയ താതാത്മ്യമാണ്. സ്ഥൂല ശരീരത്തിലായത്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യം. ഇന്ദ്രിയം കണ്ടു, ആ വസ്തുവൊക്കെ എവിടുന്ന് പോയി, അതിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ മനസ്സ് വസ്തുവായി തീർന്ന് ദുഃഖിക്കോ? ദുഃഖിക്കോ? ഇല്ല. സൂക്ഷ്മ ശരീര താതാത്മ്യാധ്യാസം. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണ ശരീര താതാത്മ്യാധ്യാസം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കാരണമൊന്നുമില്ല. അത് കാരണ ശരീരത്തിലാണ്. ഉറക്കവിളി അടിച്ചാൽ ഉറങ്ങൂല, ബോധം പോവുകയുള്ളൂ. മനസ്സിലായില്ല? രാവിലെ ഏറ്റുമ്പോ ഇങ്ങനെ നടക്കും, കണ്ടിട്ടുണ്ടാവും. അത് കാരണശരീരം ശാന്താവില്ല. കാരണശരീരം ശാന്തമാകണമെങ്കിൽ അതിന് റൂട്ടായിരിക്കുന്നതായ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുദ്ബുദ്ധമായി കിടക്കുന്നവയെ ഉത്ബുദ്ധമാക്കി സ്ഥൂല ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് കളയാൻ കഴിവുള്ളവന്റെ അടുക്ക പോണം. മനസ്സിലായില്ല? ഇത് പണി ഭയങ്കരമാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണശരീര താതാത്മ്യാധ്യാസം. സാങ്കേതിക ശബ്ദം അങ്ങനെയാണ്. അത് തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖം വരില്ല. വിശദീകരിച്ചിരുന്നത് പിന്നെ എന്റെ വാക്കിൽ വിശദീകരിച്ചു തരാം. മറ്റത് അതാ ശരി, അവരുടെ. അത് മാറ്റിവെക്കാൻ വേറെ വാക്കില്ല, എനിക്കോട്ട് അറിയുകയില്ല. ആചാര്യന്മാരെഴുതിയതിന് അപ്പുറം വാക്കില്ല. അത് കേൾക്കുമ്പോൾ തോന്നിയില്ലേ? കാരണം വളരെ സുഖമായ പദങ്ങൾ, എത്ര സുകുമാരങ്ങളായ പദങ്ങൾ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അലർജി ഉണ്ടാവാം, മറ്റത് അലർജി ഉണ്ടാവില്ല. കാരണം അത് എഴുതി വെച്ചവൻ എഴുത്തെല്ലാം കഴിഞ്ഞവനാണ്. അപ്പൊ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന
സ്ഥൂല ശരീര താതാത്മ്യാധ്യാസം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യാധ്യാസം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണ ശരീര താതാത്മ്യാധ്യാസം. അപ്പൊ ശരീരത്രേ മൂന്നായി. ഗാത്രാണി എന്ന് പറഞ്ഞാൽ ഗീതാകാരൻ വാക്കുകൊണ്ട് പറയാ, ആരോഗ്യം വേണമെങ്കിൽ യുക്ത സ്വപ്നാവബോധസ്യ, സ്വപ്നം കാണുന്ന ഒരു ശരീരമുണ്ട്. മനസ്സിലായി? ജാഗ്രതയിലിരിക്കുന്ന ഈ ശരീരത്തെക്കാൾ വിപുലവും ജാഗ്രത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നതുമായ ഒരു സ്വാപ്നിക ശരീരം എനിക്കുണ്ട്. ജാഗ്രത്തിലെ സന്യാസമല്ല, ജാഗ്രത്തിലെ ധീരനല്ല. നിങ്ങളുമായിട്ട് പന്തയം വെച്ചു, ഇന്നടത്ത് പോയി വരാം, ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഉള്ളിൽ മുട്ടു ഉറയ്ക്കുന്നുണ്ട്. അപ്പൊ ജാഗ്രത്തിൽ ധീരതയുണ്ട്, സ്വപ്നത്തില് ഇല്ല. ജാഗ്രത്തിൽ ഈ വസ്ത്രമൊക്കെ അണിഞ്ഞ് ധീരനായി സന്യാസിയായി ഒക്കെ നിങ്ങളുടെ മുമ്പ് വരിക. പക്ഷെ എന്റെ സ്വപ്നങ്ങളിൽ ഗാർഹസ്ഥ്യമാണ് കിടക്കുന്നതെങ്കിൽ ഈ സന്യാസത്തിനൊരു വിലയില്ല. മനസ്സിലായില്ല? അതിനേക്കാൾ ഭേദമാ നിങ്ങളുടെ സ്വപ്നത്തിലെ സന്യാസം. മനസ്സിലായില്ല? കാരണം സ്വപ്നം ജാഗ്രതത്തിനേക്കാൾ സൂക്ഷ്മമാണ്. ഈ ജാഗ്രതത്തിലെ സന്യാസത്തിന് 50 പൈസ മതി കാവ്യ പൂക്കാൻ, കാവ്യ മതി. മനസ്സിലായില്ല? മറ്റത് 50 പൈസയ്ക്ക് ഓടുകയില്ല. അത് ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ, അതിന്റെ തലങ്ങൾ വിട്ട് ഉൽപ്പന്നങ്ങളായ സൂക്ഷ്മ ശരീരത്തിലെത്തി സൂക്ഷ്മ ശരീരം സന്യസിക്കണം. മനസ്സിലായില്ല? ശാന്തി വേണമെങ്കിലോ കാരണശരീരം സന്യസിക്കണം. ഞങ്ങളൊക്കെ അതിൽ പെടുവോ എന്തോ ദൈവത്തിനറിയാം. എന്ന് പറയില്ലേ നല്ലത്. അപ്പോ സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും കാരണങ്ങളുമായ ദേഹങ്ങൾ. ഇപ്പൊ മമദേഹങ്ങൾ, മനസ്സിലായി? മമഗാത്രാണി, അല്ലാതെ അവയവങ്ങൾ എന്നല്ല. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ബഹുവചനം വന്നപ്പം ശരീരങ്ങൾ എന്നെങ്ങനെയാ പറയാ? അതുകൊണ്ട് അവയവങ്ങൾ അല്ല, ഗാത്രാണി. മമ ഗാത്രാണി സീതന്തി, ക്ഷീണിക്കുന്നു, ശിഥിലമാകുന്നു. സീതന്തി മമ ഗാത്രാണി. മുഖം ച പരിശുഷ്യതി, മുഖം ചുക്കിച്ചുളിയുന്നു, വിറയുണ്ടാകുന്നു. വേപതുശ്ച ശരീരേ മേ രോമഹർഷഃ ച ജായതേ, രോമാഞ്ചവും ഉണ്ടാകുന്നു. ഗാണ്ഡീവം താഴെ വീണു പോകുന്നു, തൊലി ചുട്ടുപൊള്ളുന്നു. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ, മനസ്സ് ഭ്രമിക്കുന്നു. ഇതിനാ പരിഹാരം വേണ്ടത്. സന്താപവും സന്തോഷവും വൈയക്തിക തലത്തിൽ ഈ പാരസ്പര്യങ്ങളെ ആദരിക്കുന്നതിന്റെ ബഹുമാനാർഹമായ സന്തോഷവും, ഇതില്ലാത്തവരാണല്ലോ എന്റെ പിതാമഹാദികളൊക്കെയായി നിൽക്കുന്നവരെന്ന് ആലോചിക്കുമ്പോഴുള്ള സന്താപവും സമ്മിശ്രമായി വന്നൊരു വികാരം അർജുനനല്ല എല്ലാവർക്കും ഉണ്ടാകാം. അത് അപവാദമല്ല. മനസ്സിലായി? എന്നും ഉണ്ടാവാം, ഏത് രാജ്യത്തും ഉണ്ടാവാം. അതാ അമേരിക്കയിൽ തന്നെ യുദ്ധത്തിനെതിരായി ആളുകൾ ഉണ്ടായിരിക്കുന്നത്. അർജുനന്മാരുണ്ട് ലോകത്തെല്ലാം. മനസ്സിലായി? ക്ലിയറായി? അവിടെ ദർശനത്തിന് സാധ്യതയും വന്നു. ഇനി എന്റെ ആ പാദം വിടാം. അത് കഴിഞ്ഞ് ഞാൻ പറയേണ്ട ഒട്ടേറെ കാര്യങ്ങൾ വിടുകയാണ്. ഇതിനോട് ചേർത്ത് ഞാൻ പഠിപ്പിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഗീതയിലുണ്ട്. അതൊക്കെ പിന്നെ ഒരു സമയം വന്നെങ്കിൽ പറയാം. പറ്റിയില്ലെങ്കിൽ കേൾക്കുകയല്ലെന്ന് പേടിക്കണ്ട. കാതുകുത്തിയവൻ വന്നുപോയാൽ കടുക്കനിട്ടവൻ വരുന്നതായി ഈ സംസ്കൃതി. അതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ യോഗമുണ്ടെങ്കിൽ അവൻ വരും. അവന്റെ ചെരുപ്പിന്റെ വാറെടുക്കാൻ എനിക്ക് യോഗ്യതയുമില്ല. ഈ പാരമ്പര്യത്തിന്റെ പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് തെല്ലും സംശയം എനിക്കില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ എന്നിൽ നിന്ന് കേൾക്കണമെന്നില്ല. എനിക്കറിയുന്നത് അല്പവുമാണ്, വളരെ കുറച്ച്.
ഞാൻ പറഞ്ഞതിനേക്കാൾ മനോഹരങ്ങൾ പറയാനിരിക്കുന്നവയുമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് അതൊക്കെ വിടാം മൊത്തം. എന്നിട്ട് രണ്ടാം പാദത്തിൽ പറഞ്ഞത് കുറെ കൂടെ കർക്കശമാണെന്ന് തോന്നുന്നു അല്ലേ? ശ്രീകൃഷ്ണന്റെ ഉപദേശം യുദ്ധം ചെയ്യാനല്ല. വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് പറഞ്ഞത്. ആണെന്നുള്ളതിനൊരു 300 തെളിവ് നിരത്താൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് എന്റെ വിചാരം. ഒരു വാല് പുറത്തു വന്നു. മാമനുസ്മര യുദ്ധജ. ആ വാല് മാത്രമേ ഒന്നുള്ളൂ, അല്ലാത്തതൊക്കെ അളയിലിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത് യുദ്ധമാണോ അല്ലയോ. അതുകൊണ്ട് നമുക്കത് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പ് ഗീത സ്പഷ്ടമായും പഠിപ്പിക്കുന്നത് എന്താണ്? ജ്ഞാനയോഗം പേരുകൊണ്ട് തന്നെ യുദ്ധത്തെ അനുകൂലിക്കില്ല. മൈ റൈറ്റ്? സമ്മതമാണ്. ഭക്തി യോഗം ഒട്ടും അനുകൂലിക്കില്ല. മാത്രമല്ല അതിനകത്ത് സ്പഷ്ടമായി തന്റെ ഭക്തന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോമദ്ഭക്ത സമയപ്രിയ. മുമ്പ് പറഞ്ഞ യുദ്ധം ചെയ്യണമെന്ന് ആ ശ്ലോകത്തിൽ നിന്ന് അർത്ഥമെടുത്താൽ ഇത് അതിനോടൊന്ന് യോജിപ്പിച്ച് പഠിപ്പിക്കേണ്ടി വരും. ആം ഐ റൈറ്റ്? ദ്വേഷിക്കുക പോലും അരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നല്ലേ യുദ്ധം. സർവഭൂതാനാം അദ്വേഷ്ടാവാണ് എന്റെ ഭക്തനെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പിച്ച പറഞ്ഞു. കൃഷ്ണന്റെ ഭക്തൻ ദ്വേഷിക്കാത്തവനാണെന്നാണ്. ദ്വേഷമില്ലെങ്കിൽ യുദ്ധമുണ്ടോ? അപ്പൊ പിന്നെ യുദ്ധത്തെ എങ്ങനെ അനുകൂലിക്കും? അല്ലെങ്കിൽ തരം പോലെ പറയുന്നവനാണ് കൃഷ്ണൻ എന്നും കൂടെ അടിയിൽ എഴുതി വെക്കണം. 12-ാം അധ്യായത്തിൽ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച, അതിന്റെ യജ്ഞത്തിൽ സ്വാമി വന്ന അഹിംസയെ പറ്റി പറഞ്ഞു. ഈ ശ്ലോകം ചൊല്ലി യുദ്ധം ചെയ്തു അളിയ അടി എന്ന് പറഞ്ഞു. രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? രണ്ടും രണ്ട് സ്ഥലത്താണെങ്കിൽ ജനമൊന്നും മറുപടി യോജിച്ചു എന്ന് വരില്ല. രണ്ടും ഒരിടത്ത് ഒരേ ജനങ്ങളോട് പറയുകയും അവർ ഒരേ സമയത്തോർത്തിരിക്കുകയാണെങ്കിൽ, ഫെബ്രുവരിയിലെ യജ്ഞത്തിലും ഡിസംബറിലെ യജ്ഞത്തിലും ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം മറവി ജനങ്ങൾക്ക് മഹാനുഗ്രഹമായതുകൊണ്ട്. ഒരേ യജ്ഞവേദിയിൽ നിന്ന് ഈ 2 ശ്ലോകം കൂടെ ചൊല്ലിയാൽ ഒന്നുകിൽ സ്വാമി അവിടെ പോകാൻ സമയമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൃഷ്ണൻ എന്തോ തകരാറുണ്ടാവും. ശരിയല്ല? എന്റെ ഈ സർക്കാസം നിങ്ങൾക്ക് തീരെ പിടിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ് എടുത്തിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് ഈ സർക്കാസം ഇല്ലെങ്കിൽ ഞാൻ ആവുകയുമില്ല. അതാണ് എന്റെ ഒരു ഗതികേട്. അതുകൊണ്ട് ക്ഷമിക്കണം, മാപ്പി ചോദിച്ചുകൊണ്ട് പറഞ്ഞേക്കാം. നിങ്ങൾ ചിലരൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, അടി അളിയാന്ന് പറഞ്ഞ് കയറ്റിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാനിത് പറയുമ്പോഴത്തേക്കുള്ളൊരു പൊള്ളൽ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോ നിങ്ങൾ വല്ലാതെ അതിന് പ്രതികാര മനോഭാവമുള്ളവരാവുകയും ചെയ്യും. എങ്കിലും എനിക്ക് ഈ സർക്കാസം ഇല്ലെങ്കിൽ എന്റെ വ്യക്തിത്വം പോകും. അത് പൂർവാചാര്യന്മാരുടേതല്ല, എന്റേത് മാത്രമാണ്. തെറി എന്നിൽ നിർത്തണം, അവരെ വിളിക്കരുത്. അവരെന്നെ പഠിപ്പിച്ചതും ഇങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചാലേ ഒരു സുഖം കിട്ടും. എന്ന് പറഞ്ഞാൽ യുദ്ധം തീർത്തു പോയില്ല, അതെന്റെ തെറ്റാണ്. മനസ്സിലായോന്നറിയില്ല. അതുകൂടെ പോയാലേ അവരുടെ കൂടെ ആവുള്ളൂ. പരമ്പരയിൽ ഒരു ശകലം ഒരു സ്വല്പം വെളിയിലാണ് ഞാൻ നിൽക്കുന്നത്. അകത്ത് കയറണമെങ്കിൽ ഇതിലൂടെ പോണം, അതും അറിയാം. അപ്പോ അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ ഏവച, അവിടെ ഉപയോഗിച്ച ഗുണങ്ങളൊക്കെ നോക്കുക. നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ. ഇയാൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ?
പറ്റുമോ? ഇങ്ങനെ ഒരാൾ പോയി യുദ്ധം ചെയ്താൽ അയാൾ ഭഗവാന്റെ ഭക്തനല്ലെന്ന് ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് ആയില്ലേ? ചോദ്യം മനസ്സിലായില്ല. അർജുനൻ യുദ്ധം ചെയ്തതോടുകൂടി ഭഗവാന്റെ ഭക്തനല്ല എന്ന് തെളിഞ്ഞില്ലേ? വേറെ സർട്ടിഫിക്കറ്റ് ഇടണോ? ഭഗവാൻ എഴുതിയ സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കുന്നത്. സർവഭൂതാനാം അദ്വേഷ്ടത്വം. ഞാൻ അത് മറന്നുപോയി. ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും ഒന്നും ഭൂതങ്ങളിൽ പെടുന്നില്ലല്ലോ. ഭവന്തി ഇതി ഭൂതാനി, അതിലും താഴെയാണല്ലോ അല്ലെ? ഭവന്തി ഇതി ഭൂതാനി, ജനിച്ചതൊക്കെ അതിൽ പെടാത്തവരാണല്ലോ ബാക്കിയെല്ലാം അല്ലേ? ചോദ്യം മനസ്സിലായില്ല. പെടുവോ? അപ്പൊ കൊന്നുകഴിഞ്ഞാൽ, ദ്വേഷം അവരോടുണ്ടായി കഴിഞ്ഞാൽ, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ അവനെ കൊല്ലുമെന്ന പ്രതിജ്ഞ ദ്വേഷം കൊണ്ടോ പ്രേമം കൊണ്ടോ? പ്രേമം കൊണ്ടല്ലേ? അപ്പൊ അദ്വേഷ്ട സർവഭൂതാനാം എന്ന പട്ടികയിൽ ജയദ്രഥനെ പെടുത്തണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരുമാതിരിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഒരുമാതിരിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും തോന്നില്ലേ ഇയാളെ വിളിക്കണ്ടായിരുന്നു, ശാന്തമായ ഗീതയും പഠിച്ചിരുന്നതായിരുന്നു. ഇതാ ഞാൻ വാര്യരെ വിളിച്ചവൻ വാര്യരോട് പറഞ്ഞു, വാര്യരെ ഇത് ഏതോ ദുഷ്ടബുദ്ധി ഉപദേശിച്ചതാണ്, വാര്യര് കാസറ്റ് കേട്ടിട്ട് വേണമായിരുന്നു വിളിക്കാൻ എന്ന് വാര്യർ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണ്. നിങ്ങളുടെ ആൾക്കാരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വിളിച്ചാൽ മതി. ആരോ വാര്യർക്ക് വേല വെക്കാൻ, ആരോ ഇതിനകത്ത് ശരിക്ക് വേല അറിയാവുന്നവനുണ്ട്, അവനെ സൂക്ഷിച്ചിരിക്കണമെന്ന് ഞാൻ വാര്യരോട് പറഞ്ഞതാണ്. പറഞ്ഞാൽ കേൾക്കണ്ടേ? വേണ്ട വേണ്ടാന്ന് ഞാൻ ആകുന്ന പറഞ്ഞപ്പോഴും വാര്യർ പറഞ്ഞു, അല്ല സ്വാമിയെ തന്നെയാണ്. ഇതിനു മുമ്പ് പോയിടത്തൊക്കെ എനിക്കറിയാം, പ്രദീപിനോട് ചോദിച്ചാൽ അറിയാം. മറ്റൊരു സ്ഥലത്ത് തന്നെ വിളിച്ച് ആകെ കുളവായതാണ് അല്ലേ പ്രദീപ്? പ്രദീപാണോ ഈ വേല വെച്ചുകൊടുത്ത്? കള്ളൻ കപ്പലിൽ തന്നെയാണപ്പോ. അപ്പോ അദ്വേഷ്ട സർവഭൂതാന എന്ന സർട്ടിഫിക്കറ്റിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഭക്തിയോഗത്തിലും പറ്റില്ല. ധ്യാനത്തിലെങ്ങാനും യുദ്ധം ഉണ്ടാവുമോ? നോക്കാം നമുക്ക്. ധ്യാനാവസ്ഥയിലേക്ക് ഉയരുമ്പോൾ 6-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മവ്യഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മനഃ. അർജുന, നിന്റെ മനസ്സാണ് നിന്റെ ശത്രു, നിന്റെ മനസ്സാണ് നിന്റെ ബന്ധു. കേസ് കേട്ട് കുറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ? ഭീഷ്മരോ ദ്രോണരോ ദുര്യോധനനോ ഒന്നും അല്ല നിന്റെ ശത്രു. നിന്റെ ശത്രു നിന്റെ മനസ്സാണ്. അവിടെയും യുദ്ധത്തിന് കോപ്പില്ല. മാത്രമല്ല, യുദ്ധം കൊണ്ട് അല്ലേ ധർമ്മ സംസ്ഥാപനം നടക്കൂ എന്നാണെങ്കിൽ, അതാണല്ലോ പിന്നത്തെ ഒരു പിടിവള്ളി. ആരോ 1-2 പേര് ചൊറിഞ്ഞിട്ട് ചോദിക്കുന്നു, സ്വാമി മനഃപൂർവ്വം ഒരധ്യായം വിട്ടു, കർമ്മയോഗം, അതിൽ യുദ്ധം ഉണ്ടല്ലോ. അവിടെ ഇരുന്ന് 1-2 പേര് പതുക്കെ അടുക്കിരിക്കുന്ന ആളെ ചൊറിഞ്ഞു. പേടിക്കണ്ട, അത് ലാസ്റ്റ് വരാം, അത് പറഞ്ഞിട്ടേ പോവുള്ളൂ. അതിലാണ് ഇതിന്റെ കലാശക്കൊട്ട്. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. അതിനിപ്പുറം ഭഗവാനെ യുദ്ധത്തിന്റെ ആളാക്കിക്കൊണ്ടുവരുവാനൊരു ശ്ലോകം ഉണ്ടല്ലോ അല്ലേ? യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലേ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശരിയാണോ? ശ്ലോകം ഇങ്ങനെ തന്നെയാണോ? അപ്പോ യുദ്ധക്കളത്തിൽ വെച്ച് അധർമ്മികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ധർമ്മികളെ പരിരക്ഷിക്കുന്നതിനും വേണ്ടി ധർമ്മയുദ്ധമായ മഹാഭാരത യുദ്ധത്തിൽ
ഭഗവാൻ നേരിട്ട് നിന്ന് ദുര്യോധനാദികളെ പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിച്ചു. വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ആട്ടെ, ഇവര് മരിക്കുന്നതോടെ അധർമ്മം പോയോ? മഹാഭാരതം എന്താ പറയുന്നത്? ധർമ്മം സ്ഥാപിച്ച ആദ്യത്തെ ചക്രവർത്തി തപസ്വാധ്യായ നിരതനായ മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടാണ് ധർമ്മം ആഘോഷിച്ചത്. മനസ്സിലായില്ല? പ്രതിജ്ഞ തീർന്നേ, ധർമ്മം സ്ഥാപിച്ചു എന്നുള്ള പ്രതിജ്ഞ തീർന്നേ. ധർമ്മം സ്ഥാപിച്ചില്ല. ദുര്യോധനൻ പോലും അത് ചെയ്യുമായിരുന്നില്ല. ക്ലിയർ ആയില്ല? അപ്പൊ ധർമ്മം അവിടെ നടന്നില്ല. നടന്നു കണ്ടത് ധർമ്മമല്ല. പോട്ടെ, സാരമില്ല. യുദ്ധക്കളത്തിൽ ഈ വീരന്മാർ തമ്മിൽ തല്ലി ചത്തൊടുങ്ങുമ്പോൾ അവിടെ ഈ ദുര്യോധനനും ദുശാസനനും കർണനും യുധിഷ്ഠിരനും ഒക്കെ തീരുമോ? ഭാരതീയ ചിന്തപ്രകാരം, ഗീതയനുസരിച്ച് അധർമ്മം കാണുന്ന ഒരുവനെ വെടിവെച്ചു കൊന്നാൽ ഗീത അനുസരിച്ച്, ഗീതയുടെ ദർശനമനുസരിച്ച് അവൻ ആ വെടിയേറ്റ് മരിക്കുന്നതോടെ തീരുമോ? അവനും അവന്റെ അധർമ്മവും. ദാർശനികമായി ഉത്തരം പറയണം. തീരുമോ? തീരും? തീരില്ല. തുണി മാറുന്ന പോലെ അവൻ ശരീരം മാറിയിട്ടുള്ളൂ. ഗീത ശരിയല്ല? അവനവന്റെ ഈ ശരീരം വലിച്ചെറിയുന്നത് വേറെ ശരീരം നേടാനാണ്. സമ്മതമാണ്. എന്ത് ശരീരമാ നേടുന്നതെന്നാ ഗീത പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ വെടിയേറ്റ് മരിക്കുന്ന അവൻ എന്ത് തരം ശരീരമായിരിക്കും അടുത്തോണ നേടുന്നത്? അങ്ങനെ ഗീത പറയുന്നുണ്ടോ? അതൊക്കെ നമുക്ക് പുറകെ കാണാമെന്ന്. അതിനൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞിരിക്കും, പേടിക്കണ്ട. അതൊക്കെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങളല്ലേ. ഗീതയുടെ ജനറലായ ഐഡിയയിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ട കുറെ ഉത്തരങ്ങൾ ആദ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. യുദ്ധത്തിനാണ് എന്ന നിങ്ങളുടെ വാദത്തെ ഞാൻ സമ്മതിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് സംശയം വരുന്നവ. അതിലൊന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണ അദ്വേഷ്ട സർവഭൂതാനാം എന്ന് പറയുകയും ഇവിടെ യുദ്ധം ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. ഒരു നാണംകെട്ട വ്യാപാരമാണ്. നമ്പർ 2, യുദ്ധം ധർമ്മത്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. പരീക്ഷിത്ത് ധർമ്മം സ്ഥാപിച്ചിട്ടില്ല. നമ്പർ 3, ഗീതയുടെ തന്നെ അടിസ്ഥാനത്തിൽ, ഹൈന്ദവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉപനിഷത്തിന്റെ അടിസ്ഥാനത്തിൽ, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ സ്ഥൂല കാരണദേഹങ്ങൾക്ക് പുനർജനിയുണ്ട്. ശരിയല്ലേ? യഥാ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? അത് പുറകെ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ പുനർജന്മമുണ്ട്. വാസാംസി ജീർണാനി യഥാവിഹായ ഉണ്ടോ? പുനർജന്മമുണ്ട്. എങ്ങനെ പുനർജനിക്കുമെന്നാണ് ഗീത പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഗീത പറഞ്ഞിട്ടുണ്ടോ? പുനർജന്മത്തിനൊരു തത്വശാസ്ത്രം തന്നെ ഗീത തന്നിട്ടുണ്ടോ? ഉണ്ട്. വായിച്ചിട്ടുണ്ടോ? യം യം വാവി സ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. ഇതിലുള്ളതാണോ ശ്ലോകം? ആണ്. ആണ്. വൈരുദ്ധ്യം സമ്മതമാണ്. യം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. ആശുപത്രിയിൽ ഹാഹാ ഹീഹു എന്ന് പറഞ്ഞ് രോഗം വന്നു വേദനയോടെ കിടക്കുമ്പോൾ ആ രോഗത്തെ പറ്റിയുള്ള വികാരങ്ങളോടുകൂടി ഒരുവൻ മരിച്ചാൽ ജന്മനാ രോഗിയായി ജനിക്കും. മനസ്സിലായില്ല? മരണസമയത്തെ ചിന്ത എങ്ങനെയോ അങ്ങനെയാണ് പുനർജന്മം. യുദ്ധക്കളത്തിൽ നാരായണനാമം ജപിച്ച് മരിക്കാനല്ല പോയിരിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലായില്ല? നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ മരിച്ചാൽ ഇനി ജനിക്കുന്നത് കൊല്ലാനുള്ള ജനനം തന്നെയായിരിക്കും. ശരിയല്ല? എങ്ങനെയാണ് കൃഷ്ണൻ ഹിംസയിലൂടെ ധർമ്മം സ്ഥാപിക്കുക? ഗീതയിലെ ഈ ശ്ലോകപ്രകാരം
യുദ്ധത്തിനാണെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ മറുപടി കണ്ടുപിടിക്കണം. എവിടുന്ന് ഒരു ശ്ലോകം ഉന്നയിച്ചിട്ട് യുദ്ധത്തിനാണെന്ന് കാണിക്കാൻ ഒരു ശ്ലോകം പറഞ്ഞാൽ പോരാ. സൈദ്ധാന്തികങ്ങളായ ശ്ലോകങ്ങൾക്ക് ആ രീതിയിൽ അർത്ഥം കണ്ടെത്താൻ കഴിയണം. യുദ്ധത്തിനാണ് എന്ന നിങ്ങളുടെ വാദമുഖത്തോട് സമ്മതിക്കുമ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് വീരനായി ഏറ്റുമുട്ടി മരിക്കുന്നവന്റെ ആ മരണസമയത്തെ വികാരം എതിരാളിയോടുള്ളത് സൗമ്യമായി നീ എന്നെ കൊന്നത് നന്നായി എന്ന വികാരമായിരിക്കും. ആയിരിക്കാൻ വഴിയില്ല. അപ്പോൾ അവൻ പുനർജനിച്ചാൽ ജന്മനാ ആയുധങ്ങളും കൊണ്ടേ ജനിക്കുള്ളൂ. സഹസ്രകവചൻ ഏകകവചനായി ജനിച്ചതുപോലെ അല്ലെ, ആ ജന്മ കവച കുണ്ടലങ്ങളോടുകൂടി ജനിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? പിന്നെ ഗർഭത്തിൽ നിന്നിങ്ങ് വരുമ്പോഴേ ഇവന്റെ കയ്യും കാലും ഒക്കെ തന്നെ കത്തിയും കഠാരിയും ഒക്കെ ആയിരിക്കും. നമ്മൾ പലരും അങ്ങനെ ജനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല? കുറഞ്ഞപക്ഷം നാക്കെങ്കിലും കത്തിയായിരിക്കും. ശരിയല്ലേ? അതിപ്പോ മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കൊരു ഹ്യൂമറും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു തമാശ പറഞ്ഞാൽ പോലും ചിരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടാ ചിരിക്കുന്നത്. ഇത്രയും ബുദ്ധിരാക്ഷസന്മാരായാൽ ആകെ കുഴപ്പമാണ്. നിങ്ങളൊക്കെ ബുദ്ധി കൂടിയവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തമാശയ്ക്ക് തന്നെ ചിരിക്കണമെന്നൊന്ന് ആലോചിച്ചിട്ട് ചിരിക്കാമെന്ന് വിചാരിച്ചിരിക്കാന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ചിരിക്കാനുള്ള സമയം കഴിഞ്ഞു പോകും. അപ്പോ യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്ന ശ്രീകൃഷ്ണ വചനം ശരിയാണെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് അധർമ്മിയായ ഒരുവനെ കൊന്നതുകൊണ്ട് ധർമ്മം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഇസ് ഇറ്റ് എഗ്രിയബിൾ? അപ്പോ ഇനി നമുക്ക് യുദ്ധത്തിനല്ല എന്നുള്ള ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞതങ്ങ് മാറ്റിവെച്ച് വാര്യര് പറഞ്ഞ തരത്തിലുള്ള ശ്ലോകങ്ങൾ കുറച്ചുണ്ട്. അതാദ്യം നോക്കാം. അത് കഴിഞ്ഞ് സമയം എന്തായി? അരവരെയല്ലേ സമയം? 2.5 മണിക്കൂർ എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അതുവരെ നീട്ടാവല്ലോ. കുഴപ്പമായോ? സമയം പ്രശ്നമേ അല്ല. എനിക്ക് ഒട്ടുമല്ല. കാരണം എന്റെ സൂര്യൻ പണ്ടേ ഉച്ചസ്ഥനാണ്. അവൻ ഉദയാസ്തമനങ്ങൾ പണ്ടേ ഇല്ല. കാലം സൂര്യനെ ആശ്രയിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? അവന്റെ ഉദയാസ്തമനങ്ങൾ തെറ്റിയാൽ പിന്നെ കാലമില്ലല്ലോ അല്ലേ? പിന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചത്. എന്തു ആവട്ടെ, നോക്കാം. എവിടെയാ പറഞ്ഞ് ഞാൻ നിർത്തിയത്? യുദ്ധത്തെ ന്യായീകരിക്കുന്നതായി കുറെ ശ്ലോകങ്ങളെങ്കിലും ഭഗവത്ഗീതയിൽ ഉണ്ടല്ലോ സ്വാമി എന്ന് മനസ്സിൽ കിടപ്പുണ്ട്. അതിൽ കുറച്ച് ശ്ലോകങ്ങൾ പെട്ടെന്നൊന്ന് എടുക്കാം. ഏറ്റവും പ്രകടമായി സാഖ്യയോഗത്തിലാണ്, കർമ്മയോഗത്തിലല്ല യുദ്ധത്തെ ന്യായീകരിക്കുന്ന ശ്ലോകങ്ങൾ. സാഖ്യയോഗം 31 മുതൽ 38 വരെ ശ്ലോകങ്ങളിലാണ്. പുസ്തകം ഉണ്ടെങ്കിൽ എടുത്തോളൂ. അതൊക്കെ വരുന്നത് ഇതിനകത്താണ്. തുടക്കം മുതൽ പോകണം. ഒരടുക്കോടെ പോയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കളിപ്പിച്ചു എന്ന് നാളെ നിങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് അടുക്ക് വേണ്ടെന്ന് തോന്നിയാലും അടുക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തുടങ്ങുന്നത് 31 ശ്ലോകത്തിലാണ്. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധാശ്രയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയാപാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. തുടങ്ങി ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ
തതോ യുദ്ധായ പാവമവാപ്സ്യസി എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ ഇതല്ലേ ഉദ്ദേശിക്കുന്നത്? യുദ്ധം ചെയ്ത് അർജുനന് കിട്ടിയ സാധനം എന്താണ്? ഭൂമിയാണല്ലേ? അല്ലേ? ഭാരതീയ ചിന്തപ്രകാരം അത് പ്രേയസിൽ പെടുമോ ശ്രേയസിൽ പെടുമോ? ഭഗവാൻ പറഞ്ഞ വാക്കേതാ? ക്ഷത്രിയന് ശ്രേയസിന് യുദ്ധമല്ലാതെ വഴിയില്ലെന്നാണ്. ക്ഷത്രിയന് പ്രേയസിന് വഴി ഇതാണെന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭാര്യയാണ്. വൈദികരുടെ അനുമാനത്തിൽ ക്ഷത്രിയൻ ആരാണ്? 3-4 ശബ്ദമുണ്ട് അവിടെ. തുടക്കം മുതൽ നോക്കാവുന്നൂടെ. സ്വധർമ്മം, വികമ്പിതം, ധർമ്മ്യാത് യുദ്ധാത്. വെറും യുദ്ധമല്ല, യുദ്ധത്തിന് പുറകിലൊരു വിശേഷണമുണ്ട്. ധർമ്മ്യാത് യുദ്ധാത്, തെറ്റിദ്ധരിക്കാതിരിക്കാൻ. ക്ഷത്രിയൻ, ശ്രേയസ്. ഈ പദങ്ങൾ അവയുടെ നിഘണ്ടു നിരുക്താദികൾ ഉത്ബോധിപ്പിക്കുന്ന അർത്ഥങ്ങളിൽ നിന്ന് ഇവിടെ ശരിയാകണം. അല്ലാതെ പദങ്ങള് പ്രയോഗം കൊണ്ട് പിന്നീട് വന്ന അർത്ഥങ്ങളിൽ നിന്ന് വ്യാഖ്യാനിച്ചാൽ ശരിയാവില്ല. മനസ്സിലായി? മനസ്സിലായി? ദാർശനികത ഏതാണ്? പ്രഹരം എന്നൊരു വാക്ക് ഇന്ന് കണ്ടാൽ അടിച്ചു എന്നാ. ശരിയല്ലേ? അല്ലേ? വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ല, അത് പ്രഹാരമാണ്. പ്രഹരം യാമമാണ്. ഇങ്ങനെ പഴയ വാക്കുകൾ പ്രയോഗം കൊണ്ട് പത്രക്കാർ ഒരുപാട് കുളവാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു കാലഘട്ടത്ത് നിലനിൽക്കുന്ന പദങ്ങളുടെ അർത്ഥവും കുറെ കാലം കഴിഞ്ഞുള്ള അർത്ഥവും മാറും. മനസ്സിലായി? എന്നാൽ സംസ്കൃതത്തിന്റെ അർത്ഥം അങ്ങനെ മാറില്ല. കാരണം അതിന് താത്വർത്ഥ നിർദ്ദേശമുണ്ട്. മനസ്സിലായില്ല? ധാതുവിന്റെ അർത്ഥം ശരിയാകാതെ വരരുത്. ക്ഷത്രിയ ശബ്ദത്തിന് അർത്ഥമുണ്ട്. ശതം ത്രാണനം ചെയ്യുന്നവൻ. ക്ഷതത്കില ത്രാണനാത്തിത്യുദഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ എന്ന് കാളിദാസൻ രഘുവംശത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. ആയുധം ക്ഷതമില്ലാതാക്കുമോ ഉണ്ടാക്കുമോ? യുദ്ധം മനസ്സിനുണ്ടാക്കൂല. മനസ്സിനുണ്ടാവും. മനസ്സിനും ശരീരത്തിനും ക്ഷതം ഉണ്ടാക്കും ആയുധം. ഏതെങ്കിലും ആയുധം ക്ഷതം ഉണ്ടാക്കാത്തതുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ക്ഷതമില്ലാതാക്കുന്നവൻ ക്ഷത്രിയൻ. നിഘണ്ടു നിരുക്തങ്ങൾക്കെല്ലാം സമ്മതമുള്ള ക്ഷത്രിയ ശബ്ദം. യുദ്ധക്കളം ക്ഷതമുണ്ടാക്കുമോ ഇല്ലാതാക്കുമോ? ഉണ്ടാക്കുമെന്നാണ് നമ്പർ 1. നമ്പർ 2, ബൃഹദാരണ്യക ഉപനിഷത്തിലെ ക്ഷത്രിയന്റെ പാദാന്തികത്തിൽ ഇരുന്നു വേണം ബ്രാഹ്മണൻ പഠിക്കാൻ. വേദവാ. ബൃഹദാരണ്യകം ഉപനിഷത്താണ്, വേദാന്തമാണ്, വേദങ്ങളുടെ അവസാനത്തെ അറിവാണ്. തസ്മാത് ക്ഷത്രാത് പരം നാസ്തി. ക്ഷത്രിയന് മുകളിൽ ആരുമില്ല. രാജസൂയം കഴിഞ്ഞ ക്ഷത്രിയന്റെ പാദാന്തികത്തിലിരുന്നു വേണം ബ്രാഹ്മണൻ പഠിക്കാൻ. തന്റെ യോനിയായ ബ്രാഹ്മണനെ ക്ഷത്രിയൻ നിന്ദിക്കരുത്. എന്തായിരിക്കും അർത്ഥം?
യോനിയായ ബ്രാഹ്മണനെ ക്ഷത്രിയൻ നിന്ദിക്കുകയും അരുത്. ബ്രാഹ്മണൻ വികസിച്ചാണ് ക്ഷത്രിയനെന്നല്ലേ അർത്ഥം? മനസ്സിലായില്ല. വിദ്യാർത്ഥി ബ്രാഹ്മണനും അവൻ ഗൃഹസ്ഥനായി അറിവുള്ളവനായി തികഞ്ഞവനായി ശാന്തനായി തീരുമ്പോൾ ക്ഷത്രിയനും. ക്ഷത്രിയൻ ആചാര്യനല്ലെങ്കിൽ ഗുരു. അവന്റെ പാദാന്തികത്തിൽ നിന്ന് വിദ്യാർത്ഥി പഠിക്കണം. താൻ മുമ്പ് വിദ്യാർത്ഥി ആയിരുന്നു എന്ന് മനസ്സിലാക്കി തന്റെ യോനിയായ വിദ്യാർത്ഥിയെ നിന്ദിക്കരുത്. മനസ്സിലായില്ല. ബൃഹദാരണ്യകം 1:4-11. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ചു പൂർണ്ണനാവുമ്പോൾ ഗുരുവാണ്. ഗുരുവായ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ പാദാന്തികത്തിലിരുന്ന് വേണം വിദ്യാർത്ഥി പഠിക്കാൻ. ആ പഠിക്കുന്നവനെ ഞാൻ നിന്ദിക്കരുത്. കാരണം ഞാനും നാളെ എന്റെ പരമ്പരയിൽ എന്നെപ്പോലുള്ളവൻ വരണമെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ നിന്നേ വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥിക്ക് ബ്രാഹ്മണൻ എന്ന് പേര്, ഗൃഹസ്ഥനായ ഗുരുവിന് ക്ഷത്രിയൻ എന്ന് പേര്, ആത്മവിദ്യയിലേക്ക് പ്രവേശിച്ചവന് വൈശ്യൻ എന്ന് പേര്, ആത്മവിദ്യ അനുഭൂതിയിലെത്തി പുണ്യപാപങ്ങൾ ഇല്ലാതാകുന്നവന് ശൂദ്രൻ എന്ന് പേര്. ബ്രാഹ്മണൻ യോനിയാകുക എന്ന് പറഞ്ഞ, യോനി എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം. ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ വികസിച്ച ക്ഷത്രിയനാകുന്നത്. അതല്ലേ യോനിപദത്തിനർത്ഥം. ഞാൻ വിദ്യാർത്ഥിയായി കഴിഞ്ഞേ ആചാര്യനാവൂ. മനസ്സിലായില്ല. അപ്പൊ എന്റെ യോനി വിദ്യാർത്ഥി പദവിയാണ്. ശരിയല്ല. അപ്പൊ നിങ്ങളാരും വിദ്യാർത്ഥികളാകാതെ ഗുരുക്കന്മാരായത് അതുകൊണ്ടായി ഗതികേട്. ആദ്യം പഠിച്ചിട്ടല്ലേ പഠിപ്പിക്കാൻ പോകുന്നേ. മനസ്സിലായില്ല. കുറെ കാലം പഠിക്കണ്ടേ? വേണ്ടേ? വേണമെന്നില്ല. അയ്യോ, അതിന് സംശയമില്ലെങ്കിൽ ആദ്യമുള്ള വിദ്യാർത്ഥിയാണ് പിന്നീടെത്തിയവന്റെ യോനി, ഉൽപ്പത്തി സ്ഥാനം. യോനി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനം. മനസ്സിലായില്ല. യോനി എന്ന ശബ്ദത്തിന് അർത്ഥമാണ്. അത് മനസ്സിലായി. അപ്പൊ എന്റെ യോനി ആ വിദ്യാഭ്യാസ കാലത്തിൽ വിദ്യാർത്ഥിയായിരുന്നതാണ്. അതുപോലെ ഒരുത്തനായി ഇപ്പൊ വന്നിരിക്കുന്നത്. നാളെ അവൻ എന്റെ പദവിയിൽ എത്താനുള്ളവനാണ്. അതുകൊണ്ട് അവനോട് പെരുമാറുമ്പോൾ ഞാൻ ആദരവോടെ തന്നെ പെരുമാറണം. അവനെ നിന്ദിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. ആദരവെന്ന് പറഞ്ഞില്ല, നിന്ദിക്കരുത്. നിന്ദിച്ചാൽ അവന് വിദ്യാഭ്യാസം കിട്ടാനുള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെടും. മനസ്സിലായില്ല. അവന് കഴിവുണ്ടാകണമെങ്കിൽ ഞാൻ നിന്ദിക്കാതിരിക്കണം. അവൻ എന്നെ നിന്ദിച്ചാലും ഞാൻ നിന്ദിക്കരുത്. ഇപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഇത് ബൃഹദാരണ്യകം 1:4-11. വേണ്ട. ക്ഷത്രിയനെ പഠിപ്പിക്കാൻ ഗീത വേണോ? വേണ്ട. അല്ല, മറ്റേ ഉപനിഷത്ത് വേണോ? വേണ്ട. ഗീത തന്നെ വെച്ച് പഴയൂ സ്വാമി. തോന്നില്ലേ? തെളിവ് 4-ാം അധ്യായം 1-ാം ശ്ലോകം പിടിച്ചോ. 4-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനവിക്ഷാകവേ ബ്രവീത് ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേ നേഹ മഹദായോഗോ നഷ്ട പരന്തപ. മലയാളം. അർജുന, ഈ യോഗം പണ്ട് ഞാൻ വിവസ്വാനെ പഠിപ്പിച്ചതാ. ഇപ്പൊ ആദ്യമായിട്ട് പറഞ്ഞിരുന്നൊന്നും അല്ല യുദ്ധകളത്തില്. പണ്ട് ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്ത സാധനം തന്നെയാ ഇപ്പൊ നിനക്ക് പറഞ്ഞിരുന്നത്. വിവസ്വാൻ എന്റെ വാക്ക് കേട്ട് മനുവിന് പറഞ്ഞു കൊടുത്തു.
മനു ഇക്ഷാകുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമ്പരയായി ഭൂമിയിലെ രാജാക്കന്മാർ അനുഷ്ഠിച്ചു വന്ന യോഗം കാലക്രമത്തിൽ നഷ്ടമായി. എങ്ങനെ നഷ്ടമായി എന്ന് ആചാര്യശങ്കരൻ പറയും. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ. ദുർബലന്മാരും ഇന്ദ്രിയദമനം ചെയ്യാത്തവന്മാരുമായ രാജാക്കന്മാരെ പ്രാപിച്ചിട്ടാണ് ഈ യോഗം പോയത്. ആ യോഗമാ നിന്നെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അപ്പൊ നീയും ഭീഷ്മരുമെല്ലാം ഉൾപ്പെടുന്ന ക്ഷത്രിയർ ഇന്ദ്രിയദമനമില്ലാത്തവരും ദുർബലന്മാരുമാണെന്നല്ലേ അർത്ഥം? ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. അർജുന, ഇത് ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തതാണ്. വിവസ്വാൻ ഇക്ഷാകുവിനും ഇക്ഷാവു പുത്രനുമൊക്കെയായി പറഞ്ഞു കൊടുത്ത് പരമ്പരയാവുന്ന യോഗമാണ്. ആ യോഗം കാലാന്തരത്തിൽ നഷ്ടമായി. ദുർബലന്മാരെയും അജിതേന്ദ്രിയന്മാരെയും പ്രാപിച്ചിട്ടാണ് നഷ്ടമായത്. അപ്പൊ ഇന്ന് നിന്നോട് പറഞ്ഞു തരേണ്ടി വന്നത്, നിന്റെ തൊട്ടുമുമ്പുള്ള രാജാക്കന്മാർ വിവസ്വാനെ പോലെയോ മനുവിനെ പോലെയോ ജീവിക്കാതെ വന്നതുകൊണ്ടാണ്. എഗ്രി? അതുകൊണ്ട് അന്നത്തെ യോഗം ഇന്ന് പിന്നെ നിനക്ക് വീണ്ടും എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ക്ഷത്രിയരല്ല. ക്ലിയർ? ശരിയാണ്. അപ്പൊ ഞാനിപ്പോൾ യഥാർത്ഥ ക്ഷത്രിയ ധർമ്മമാണ് നിനക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ക്ഷത്രിയരായിരുന്നെങ്കിൽ യുദ്ധകളത്തിൽ വരില്ല. നിങ്ങളെ യുദ്ധക്കളത്തിൽ എത്തിച്ചത് ക്ഷാത്രധർമ്മത്തിന്റെ വിനാശത്തിലാണ്. ക്ഷാത്രധർമ്മത്തില് പുത്രൻ പിതാവിന് പെണ്ണ് കാണാൻ പോവാറില്ല. കാലഭ്രമം തിരിച്ച പുത്രൻ, അത് അവിവേകമാണ്, ത്യാഗമല്ല. ഇങ്ങനെ അങ്ങോട്ട് കുറെ എണ്ണം ഉണ്ടാവും. ഒന്നും രണ്ടും അല്ല, കുറെ എണ്ണം. അതിന്റെ പരിണതി മുഴുവൻ വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പിന്നൊരു ക്ലാസ്സിലാവാം. എന്തായാലും 4-ാം അധ്യായത്തിൽ പച്ചയായി പറഞ്ഞു, വിവസ്വാന്റെയും മനുവിന്റെയും പരമ്പരയ്ക്ക് ലോപം വന്നിട്ടാണ് ഇന്ന് നിന്നെ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നത്. അത് സമ്മതമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രേയസ് നഷ്ടപ്പെട്ടത്. ശ്രേയസ്സിനാണ് ഞാനിത് പഠിപ്പിച്ചു തരുന്നത്. വികമ്പിതും എന്നാണ് വാക്ക്. നിനക്ക് ന വികമ്പിതും ന വിചാലയിതും ന സ്വരൂപാദവസാദയിതും അർഹസി. സ്വരൂപ വ്യതിയാനം വേണ്ട. ഇതിനനുഗുണമാണോ അടുത്ത ശ്ലോകം? മറിച്ച് നിങ്ങൾ പറയുന്ന യുദ്ധത്തിന് അനുകൂലമാണോ 2-ാമത്തെ ശ്ലോകം? അതുകൂടെ നോക്കാം. 31-ാം ശ്ലോകം 32-ാം ശ്ലോകത്തിന് സാർത്ഥകമായിരിക്കണ്ടേ? അല്ലേ? വേണ്ടേ?